അല്ല, ഇത് രേഖകളാണ്. 4 കിലോ സ്വർണം കാണാനില്ല എന്നുള്ളത് വളരെ വ്യക്തമായ രേഖയാണ്. അതേക്കുറിച്ച് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊന്നും സംസാരിക്കുന്നില്ല? 4 കിലോ സ്വർണം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. 4 കിലോ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിടണ്ടേ? അതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? കോടതിയിരിക്കുന്ന എത്രയോ കേസുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാം. എന്തുകൊണ്ട് കുറ്റക്കാരാരാണെന്നും അത് കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ അയ്യപ്പ സംഗമത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അതിൽ സുതാര്യതയുണ്ടെങ്കിൽ, അതിൽ സുതാര്യ വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നീങ്ങണം. അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ വളരെ പെട്ടെന്ന്, യാതൊരു വിധത്തിലുള്ള ഒരു താമസവും കൂടാതെ വളരെ പെട്ടെന്ന് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത് വളരെ വ്യക്തമല്ലേ? 42 കിലോ ഉണ്ടായിരുന്ന സാധനം അതെടുത്ത് അവിടെ വെച്ചപ്പോൾ 38 കിലോ ഉള്ളൂ. 4 കിലോ എവിടെ പോയി? ഇത് രേഖയാണ്. ഇത്രമാത്രം രേഖ കിട്ടിയിട്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല, അതേക്കുറിച്ചൊരു അഭിപ്രായവും പറയുന്നില്ല. കോടതിയിലെ കേസെന്ന് പറയുന്നത് എന്താ ഇതിൻ്റെ കാര്യം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബരിമല വികസനം സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ കോടതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോടതിയുടെ പരിഗണനയിലാണ്. അങ്ങനെ കോടതിയുടെ പരിഗണനയാണ് ഈ പറഞ്ഞ 3 വിഷയങ്ങൾ സംബന്ധിച്ചും പല കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ കേസുകളുണ്ട്, പരിഗണനയിലുണ്ട്. അതല്ലല്ലോ സത്യസന്ധ സുതാര്യത ഏത് കാര്യത്തിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാവണം. നടപടിയാണ് ആവശ്യം.